പാകിസ്ഥാൻ വർഷങ്ങളായി വളർത്തിപ്പോറ്റിയ തീവ്രവാദ ശക്തികൾ ഇപ്പോൾ അതേ രാജ്യത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ലോകത്തിന് മുന്നിൽ ഭീകരവാദത്തിനെതിരെ പോരാടുന്ന രാജ്യമെന്ന മുഖം കാണിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമാബാദ് സ്വന്തം മണ്ണിൽ വളർന്ന ജിഹാദി സംഘടനകളുടെ ഭീഷണിയിൽ വിറങ്ങലിക്കുകയാണ്. ലഷ്കർ-ഇ-തൊയ്ബ ഉപമേധാവി സൈഫുള്ള കാസുരി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനും സൈനിക മേധാവി അസീം മുനീറിനുമെതിരെ തുറന്ന വധഭീഷണി മുഴക്കിയതോടെ രാജ്യം കടുത്ത പ്രതിസന്ധിയിലായി കഴിഞ്ഞു. ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ കൊന്നൊടുക്കുമെന്ന കാസുരിയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ദൗർബല്യവും രാജ്യത്തിനുള്ളിലെ തീവ്രവാദ സ്വാധീനവും ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുകയാണ്. ഇസ്രയേൽ US സംയുക്ത ഇറാൻ ആക്രമണം ലോകത്തിന്റെ സ്ഥിരതയെ തന്നെ ആഴത്തിൽ ബാധിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും അത് ലോകമെമ്പാടും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. അയൽ രാജ്യങ്ങളിൽ ഇസ്രയേൽ ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾ ഇപ്പോൾ US-ന്റെ പിന്തുണയോടെ ഗൾഫിലേക്ക് വ്യാപിച്ചു എന്നതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഫലം. തങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ സ്വയരക്ഷയ്ക്കും സമ്മർദ്ദത്തിനുമായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചു. ഇതോടെ ലോകമെങ്ങും ഇന്ധന പ്രതിസന്ധി രൂക്ഷമായി. ഇതിനിടെ പാക് മധ്യസ്ഥതയിൽ US ഇറാൻ ചർച്ചകളും ആരംഭിച്ചു. എന്നാൽ പാകിസ്ഥാനോടും ഇസ്രയേലുമായി കരാർ ഉണ്ടാക്കാനാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ഇത് പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.